തിരുവനന്തപുരം നെട്ടയത്ത് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ നടത്തിയ നരനായാട്ടിന് പിന്നാലെ ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ തന്നെ കേസെടുത്ത് പോലീസ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകർക്ക് നേരെ ഇന്നലെ വൈകിട്ടാണ് ക്രൂരമായ ലാത്തിച്ചാർജ് നടത്തിയത്. ഒരു പ്രവർത്തകന്റെ കൈ പോലീസ് തല്ലിയൊടിക്കുകയും ചെയ്തു. പോലീസിന്റെ നരനായാട്ടിനെതിരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകർ വലിയ ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തി. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, ഇന്നലെ പോലീസ് നടത്തിയ നരനായാട്ട്, അതിന് സ്ഥലത്തെ കോൺഗ്രസും CPM-ന്റെയും പിന്തുണ. ബി.ജെ.പി. പ്രവർത്തകരെ കണ്ടമാനം തല്ലിച്ചതച്ചു. കുട്ടികളെ വരെ അവിടുത്തെ SHOയുടെ നേതൃത്വത്തിലാണ് യാതൊരു കാരണവുമില്ലാതെ ലാത്തി കൊണ്ട് ക്രൂരമായി തല്ലിയത്. ഒരു പ്രവർത്തകന്റെ കൈ തല്ലിയൊടിക്കുകയും ചെയ്തു. ഇത്രയും നരനായാട്ട് നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ കേസും എടുത്തിരിക്കുന്നു. എന്താണ് വട്ടിയൂർക്കാവ് പോലീസ് കാണിച്ചു കൂട്ടുന്നത്? ശ്യാമപ്രസാദ്. വിനോദ്, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും നീണ്ടുനിന്ന സംഘർഷത്തിൽ പോലീസിന്റെ നരനായാട്ട് തന്നെയായിരുന്നു വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സംഭവിച്ചിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏറെക്കുറെ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു പ്രധാനമായും ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ തീർത്തിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഒരു ബി.ജെ.പി. പ്രവർത്തകൻ്റെ ഭാര്യ നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നൽകിയ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇതിനിടെ ചോദ്യം ചെയ്യുന്നതിനിടെ CPM പ്രവർത്തകർ സംഘടിച്ച ഈ സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് CPM പ്രവർത്തകർ വ്യാപകമായ ആക്രമണം ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ഒത്താശയെന്നാണ് സ്ഥലത്തെത്തിയ പോലീസും ഇവർക്കൊപ്പം CPM പ്രവർത്തകർക്കൊപ്പം ചേർന്നുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. SHOയുടെ അടക്കം നേതൃത്വത്തിൽ നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച വാക്ക് തന്നെ നരനായിട്ട് തന്നെ നടത്തി. അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ കൈകളടക്കം തല്ലിയൊടിക്കുകയും ചെയ്തു. പ്രധാനമായും സാരമായ പരിക്കുകളാണ് പ്രവർത്തകർക്ക് ഏറ്റിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചുവെന്ന് പറഞ്ഞ് സിവിൽ പോലീസ് ഓഫീസറെ ആക്രമിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ദീപുവിനെതിരെയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ വട്ടിയൂർക്കാവ് പോലീസ് ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുൻപ് നെട്ടയത്തെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൽ അന്ന് ബി.ജെ.പി. പ്രവർത്തകർ ഒരു വലിയ പ്രതിഷേധം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഈ SHOയ്ക്കെതിരെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് SHOയെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ പോലീസ് നടപടി സ്വീകരിക്കാമെന്ന് പ്രവർത്തകർക്കെല്ലാം ഉറപ്പ് നൽകിയിരുന്നു, നേതാക്കൾക്കെല്ലാം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് ഇപ്പോഴും ആ SHOയെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ ഒരു നരനായിട്ട് തന്നെ നടക്കുന്നത്. പ്രധാനമായും ഈ സ്ഥലം MLA കൂടിയായ VK പ്രശാന്തിൻ്റെ ഒത്താശ ഇതിന് പിന്നിലുണ്ടോ എന്നും ബി.ജെ.പി. പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും ഈ സ്ഥലത്തെ സംഘടിതമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുക, അത് CPM പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു സംഘടിതമായ ആക്രമണം അഴിച്ചുവിടുന്നതിന് പിന്നിൽ തന്നെ MLAയുടെ പിന്തുണ കൂടി ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. സ്ഥലത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു, ഈ സ്ഥലത്തുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് പോലീസിൻ്റെ ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിനോദ്, അതേപോലെ തന്നെ ശ്യാം, ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതിന് പിന്നാലെ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ആ കമ്മീഷണർ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് എന്നാണ്? മറ്റ് സമര പരിപാടികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്യാമപ്രസാദ്? വിനോദ്, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും നീണ്ടുനിന്ന സംഘർഷത്തിന് പിന്നീട് അയവ് വന്നത് വലിയൊരു പ്രതിഷേധം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ബി.ജെ.പി. കൗൺസിലർമാർ അടക്കമുള്ളവർ പ്രതിഷേധ മാർച്ച് നടത്തി. പിന്നീട് റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഫോൺ മുഖേനയും നേരിട്ടുമെത്തിയാണ് നിലവിൽ ഇതിന് പരിഹാരം കണ്ടെത്താമെന്നുള്ള ശാശ്വതമായ ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി.ജെ.പി. പ്രവർത്തകരുടെ
മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാർച്ചിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതികൾ നൽകിക്കൊണ്ട് തന്നെയായിരിക്കും ഈ മാർച്ച് നടക്കുകയും ചെയ്യുക. എന്തായാലും കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. പ്രധാനമായും ഉപരോധമടക്കമുള്ളവ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നേരത്തെ തന്നെ പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്ന ഈ സ്ഥലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൂടിയായ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ SIയെ ഇത്തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയായിരിക്കും പ്രധാനമായും നേതൃത്വം ഉന്നയിക്കുകയും ചെയ്യുക. അങ്ങനെ തന്നെയാണ് വട്ടിയൂർക്കാവ് പോലീസാണ് നരനായാട്ട് നടത്തിയിട്ടുള്ളത്. BJP RSS പ്രവർത്തകരെ അവർ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽ തുടങ്ങിയതാണ് അവരുടെ നരനായാട്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ വലിയ ബഹുജന പ്രതിഷേധം ഉയർത്തുന്നു. ഇന്ന് 11 മണിയോടെ കമ്മീഷണർ ഓഫീസിലേക്ക് BJP സംഘപരിവാർ പ്രവർത്തകർ വീണ്ടും മാർച്ച് നടത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.